ഒരു ഗപ്പി മത്സ്യത്തിന് കുറഞ്ഞത് 20 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ടാങ്കാണ് ആവശ്യം. എന്നാൽ ചെറിയ ഗ്രൂപ്പുകൾക്ക് 35 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ടാങ്കുകളായിരിക്കും കൂടുതൽ മികച്ചത്. താപനില 22 മുതൽ 28 ഡിഗ്രി സെൽഷ്യസ് ആണ് ആവശ്യം. pH റേഷ്യോ 6.8 മുതൽ 7.8 വരെയാണ് അനുയോജ്യം. മിതമായ ജലകാഠിന്യമാണ് ഗപ്പികൾക്ക് ആവശ്യം. ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനും ജലം ശുദ്ധീകരിക്കാനും സ്പോഞ്ച് ഫിൽട്ടർ പോലുള്ള മൃദുവായ ഫിൽട്ടർ ഉപയോഗിക്കുക. ഒരു ടാങ്കിൽ ഗപ്പികളെ കുറഞ്ഞത് 4 എണ്ണമോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എണ്ണമുള്ള ഗ്രൂപ്പുകളായി വളർത്തുക. 2 ലിംഗക്കാരെയും ഒരുമിച്ച് വളർത്തുകയാണെങ്കിൽ പുരുഷ ശല്യം കുറയ്ക്കുന്നതിന് ഓരോ ആണിനും 3 പെൺമത്സ്യങ്ങൾ എന്ന അനുപാതം നിലനിർത്തുക. അക്വേറിയത്തിൽ പ്ലാസ്റ്റിക് പ്ലാന്റ് ഉപയോഗിക്കുന്നതിന് പകരം ജീവനുള്ള സസ്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ടാങ്കിനുള്ളിലെ അമോണിയ നീക്കം ചെയ്ത് മത്സ്യങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ നൽകാനും ടാങ്കുകളുടെ അലങ്കാരത്തിനും കുഞ്ഞു മത്സ്യങ്ങളുടെ സംരക്ഷണത്തിനും സഹായകമാകും. ഗപ്പികൾക്ക് അനുയോജ്യമായ സസ്യങ്ങൾ ജാവാമോസ്, ഫോക്സ്റ്റൈൽ, കബോബ എന്നീ സസ്യങ്ങളാണ്. ടാങ്കിനുള്ളിലെ വെള്ളം വൃത്തിയായി സൂക്ഷിക്കാൻ ആഴ്ചയിൽ 25 മുതൽ 30% വരെ വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിക്കുന്നത് ടാങ്കിനുള്ളിലെ നൈട്രേറ്റ് പരിമിതപ്പെടുത്താൻ സഹായകമാകും. സർവ്വബുക്കുകളായതിനാൽ ഉയർന്ന നിലവാരമുള്ള ഫ്ലേക്ക് ഫുഡുകൾ, മൈക്രോ പെല്ലറ്റുകൾ, ബ്രൈൻ ചെമ്മീൻ അഥവാ ഡാഫ്നിയ, ആർട്ടീമിയ പോലുള്ള ജീവനുള്ള ഭക്ഷണങ്ങൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഭക്ഷണക്രമം അവർക്ക് ആവശ്യമാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാൻ 1-2 മിനിറ്റിനുള്ളിൽ കഴിക്കാൻ കഴിയുന്നത് മാത്രം നൽകിക്കൊണ്ട് ദിവസേന 1-2 തവണ മാത്രം ഭക്ഷണം നൽകുക. ഗപ്പിയോടൊപ്പം വളർത്താൻ കഴിയുന്ന മത്സ്യങ്ങൾ ടെട്രകൾ, പ്ലാറ്റികൾ, മോളികൾ, കൊറിഡോറുകൾ എന്നിവയാണ്. ബെറ്റകളെയും അക്രമാസക്തമായ മത്സ്യങ്ങളെയും ഒഴിവാക്കുക. ഗപ്പികൾക്കുണ്ടാകുന്ന സാധാരണ രോഗങ്ങളും അവയുടെ ചികിത്സാ രീതിയും. ഫിൻറോട്ട് എന്ന അസുഖത്തിന് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുക. ശുദ്ധജലം ഉറപ്പാക്കുക. ഇച്ച് അല്ലെങ്കിൽ വെളുത്ത പുള്ളി എന്നീ അസുഖത്തിന് ഉപ്പിന്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും താപനില സാവധാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. വയറുവീർക്കൽ, മലബന്ധം എന്നീ അസുഖത്തിന് ഡാഫ്നിയ പോലുള്ള ജീവനുള്ള ഭക്ഷണം നൽകുക. ഇതൊരു പോഷക സമ്പുഷ്ടമായി പ്രവർത്തിക്കുന്നു. ഡ്രോപ്സി അല്ലെങ്കിൽ പൈൻ കോൺ സ്കെയിലുകൾ എന്നീ അസുഖത്തിന് ചികിത്സിക്കാൻ പ്രയാസമാണ്. പലപ്പോഴും പ്രത്യേക ടാങ്കിൽ ആന്റിബയോട്ടിക് ചികിത്സ നൽകി അവയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ഇതുപോലെ മറ്റുള്ള അലങ്കാര മത്സ്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.